നമസ്കാരം കൂട്ടുകാരെ. ഇനി നമുക്ക് കുറച്ച് എക്സാം കാലമാണ് അല്ലേ? കുറച്ച് നാളത്തേന് എക്സാംസ് ആണ്. എല്ലാവരും എക്സാമിൻ്റെ ചൂടിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി നമുക്ക് കുറച്ച് ദിവസത്തേക്കിന് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് എക്സാംസ് ഒക്കെ തീർന്നിടം വരെ നമുക്ക് എക്സാം പാറ്റേണിൽ പോവാം. മെയിനായിട്ട് CBSE സ്റ്റുഡൻസിന് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത്. ബേസിക്കലി ഞാൻ കുറച്ച് ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾ പലരും ചോദിക്കുന്നുണ്ട്, മാം ഇങ്ങനെ ഒരു വീഡിയോസ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചതിൻ്റെ ബേസിസിലാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ CBSE ഫോളോ ചെയ്യുന്ന NCERT ടെക്സ്റ്റ് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം ഹൗ ടു സ്റ്റഡി ഹിന്ദി അല്ലേ, നമുക്ക് എങ്ങനെ ഹിന്ദി പഠിക്കാം. എപ്പോഴും കുട്ടികൾക്ക് ഭയങ്കര സംശയമാണ് എങ്ങനെ തുടങ്ങണം എന്നുള്ളത്. എവിടുന്ന് തുടങ്ങണം, ഏത് ചാപ്റ്റർ പഠിക്കണം, എവിടുന്ന് തുടങ്ങിയാലാണ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ അറിയണമെങ്കിൽ ബേസിക്കലി നിങ്ങൾക്ക് എന്തറിയണം, നിങ്ങളുടെ സിലബസ് എന്താണ്, ഓരോ പാർട്ടിയിൽ നിന്ന് എത്ര മാർക്സ് കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത്. അതിനായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ കാര്യങ്ങളാണ്. കോഴ്സ് 1 ആണെങ്കിലും അതായത് കോഴ്സ് A ആണെങ്കിലും കോഴ്സ് B ആണെങ്കിലും ഏത് ഫോളോ ചെയ്യുന്ന കുട്ടികൾക്ക് വേണ്ടിയും പാറ്റേൺ ഓഫ് എക്സാം സെയിം ആയിരിക്കും. ടെക്സ്റ്റ് ബുക്ക് ഡിഫറെൻ്റ് ആണ്, ബട്ട് പാറ്റേൺ എന്ന് പറയുന്ന എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് സിമിലർ ആണ്. അതിൽ ഡിഫറൻസ് ഒന്നുമില്ല. മാർക്സിൻ്റെ കോൺട്രിബ്യൂഷനും സെയിം ആണ്. അപ്പം നിങ്ങൾ ആദ്യം തന്നെ അറിഞ്ഞിരിക്കേണ്ടത് ഓരോ പാർട്ടിയിൽ നിന്ന് എത്ര മാർക്സ് കിട്ടും, എങ്ങനെയൊക്കെ ഈ പാർട്സ് കവറപ്പ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ചെയ്തിരിക്കേണ്ട കാര്യം, എല്ലാ ചാപ്റ്റേഴ്സും ടെക്സ്റ്റ് ബുക്കിലുള്ള നിങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ആദ്യം തന്നെ വായിച്ചിരിക്കണം. എക്സാമിന് മുമ്പ് ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾ കവറപ്പ് ചെയ്യുക. അതിൻ്റെ സമ്മറി അറിഞ്ഞിരിക്കുക. ഏത് ചാപ്റ്റർ ആവട്ടെ അതിൻ്റെ ഒരു ഓവറോൾ സമ്മറി നിങ്ങൾ അറിഞ്ഞിരിക്കണം. പിന്നെ മാക്സിമം MCQ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എപ്പോൾ ആ ടെക്സ്റ്റ് ബുക്ക് വായിക്കുന്നോ, ഒരു ചാപ്റ്റർ വായിക്കുന്നോ, അപ്പോഴൊക്കെ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1 വേർഡ്സ് വരാൻ സാധ്യതയുള്ള പാർട്സൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് നിങ്ങൾ തന്നെ ക്രിയേറ്റ് ചെയ്യുക. 1 വേർഡ് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ ആ ചാപ്റ്റർ ഉറപ്പായിട്ടും അതിൻ്റെ മുക്കുന്ന് മൂലെന്ന് എവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ബിഫോർ എക്സാം എല്ലാ ചാപ്റ്റേഴ്സും റീഡ് ചെയ്യുക. അതിൽ നിന്ന് ഒരു സമ്മറി അറിഞ്ഞിരിക്കുക. അതിൽ നിന്ന് എവിടുന്ന് MCQ ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആ രീതിയിൽ ആ ഒരു ചാപ്റ്റർ വായിച്ചിരിക്കണം. സെക്കൻഡ് ആണ് നിങ്ങൾക്ക് ഗ്രാമർ പോർഷൻ വരും. ഗ്രാമർ പോർഷനിൽ നിന്ന് നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞാൽ 16 മാർക്സ് ആണ് ഗ്രാമർ പോർഷനിൽ നിന്ന് വ്യാകരണത്തിൽ നിന്ന് വരുന്നത്. അപ്പോൾ എല്ലാ അതായത് CBSE സിലബസിലുള്ളവർക്ക് ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതല്ലാതെ വേറെ ഒന്നും ചോദിക്കാറില്ല. ഓരോ ചാപ്റ്ററിൻ്റെയും ലാസ്റ്റ് അഭ്യാസ് പാർട്ടിൽ, എക്സസൈസ് പാർട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഭാഷ കി ബാത്ത് എന്ന് പറഞ്ഞൊരു ടോപ്പിക് ഉണ്ടാവും. എല്ലാ ചാപ്റ്ററിൻ്റെ എൻഡിങ്ങിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്, ഗ്രാമറിൻ്റെ ഏതെങ്കിലും ഒരു ടോപ്പിക്ക്, അതിപ്പോൾ സംജ്ഞ ആവട്ടെ, സർവനാമാവട്ടെ, വിശേഷണമാവട്ടെ, ഏതെങ്കിലും ഒരു പാർട്ടിൽപ്പെട്ട കുറച്ച് ഭാഗം നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിൻ്റെയും ബാക്ക് സൈഡിൽ കാണാൻ കഴിയും. ആ ഓരോ ചാപ്റ്ററിൻ്റെയും ബാക്കിലുള്ള ഗ്രാമർ പോർഷൻ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഈ 16 മാർക്സ് കവറപ്പ് ചെയ്യാൻ പറ്റും. ദെൻ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആണ് നിങ്ങളുടെ റൈറ്റിംഗ് സെക്ഷൻ. റൈറ്റിംഗ് സെക്ഷനിൽ എന്തൊക്കെയാണ് വരിക? അനുച്ഛേദ ലേഖൻ, അതുപോലെ സൂചന, വിജ്ഞാപൻ, ഇങ്ങനെ വരുന്ന ഓരോ കാര്യങ്ങളുടെയും എല്ലാത്തിനും ഓരോ പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺസ് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് തേർഡ് പാർട്ട്. അതും കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ നെക്സ്റ്റ് പാർട്ട് ഓഫ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപഠിത് ഗദ്യാംശ അല്ലെങ്കിൽ അപഠിത് പദ്യാംശിൽ നിന്ന്, അൺസീൻ പാസേജ് അല്ലെ അൺസീൻ പോയംസിൽ നിന്നാണ് നിങ്ങൾക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ വരാം. അപ്പം ഇതൊക്കെ നിങ്ങൾ എങ്ങനെ ചെയ്യണം? ഇപ്പം നിങ്ങൾക്ക് ഏകദേശം ക്വസ്റ്റ്യൻ പാറ്റേൺ എന്തൊക്കെയാണ്, എവിടെ നിന്നൊക്കെ എത്രയൊക്കെ മാർക്സിൽ ചോദിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അതായത് അപഠിത് ഗദ്യാംശ അല്ലെങ്കിൽ അപഠിത് പദ്യാംശിൽ നിന്ന് നിങ്ങൾക്ക് വരുന്ന 5 മാർക്സിൽ 10 മാർക്സിൽ നിന്നാണ് ചോദിക്കുക. നെക്സ്റ്റ് വ്യാകരൺ. വ്യാകരൺ ഞാൻ നേരത്തെ പറഞ്ഞു 16 മാർക്സ് ഔട്ട് ഓഫ് 16 ആണ് നിങ്ങളുടെ ഗ്രാമർ. ദെൻ പുസ്തക് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസിലാണ് ബാക്കി വരുന്ന ഒരു 34 മാർക്സും നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസിലാണ്. പിന്നെ ആ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഇപ്പോൾ സ്പർശിൽ നിന്നാണെങ്കിലും ക്ഷതിജിൽ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 26 മാർക്സും 8 മാർക്സ് മറ്റേ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമാണ് ചോദിക്കുക. പിന്നെയാണ് രചനാത്മക് ലേഖൻ,
അതായത് നമ്മൾ പറഞ്ഞ സൂചന, അതായത് എന്താ വിജ്ഞാപൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത് നിന്നാണ് 20 മാർക്സ് വരിക. അതിൻ്റെ പാറ്റേൺ പഠിച്ചിരുന്നാൽ അത്രയും കറക്റ്റായിട്ട് നിങ്ങൾക്ക് ആൻസേഴ്സ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓവറോൾ എങ്ങനെ ഹിന്ദി പഠിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി വരുന്ന വീഡിയോസിൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എങ്ങനെ ഹിന്ദി എക്സാംസിനെ നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് കാണാൻ പറ്റും. ടിൽ ദെൻ ബൈ ബൈ.